ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പ് ഗുരുവായൂരപ്പനെയും കണ്ട് മനസ്സ് നിറഞ്ഞു വന്ന് ഇന്ന് ഞങ്ങൾ അമ്പലപ്പുഴയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴയിലെത്തി. 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന അപൂർവവും അതിപുരാതനവുമായ പള്ളിപ്പാന ചടങ്ങിന് ഇന്നവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പായസത്തിന്റെ രുചി അതൊന്നു വേറെ തന്നെയാണ്. ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം കഴിക്കുവാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ എത്തുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നു. അവിടെ എത്തിയപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ചോറൂണും തുലാഭാരവും പിന്നെ കല്യാണവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ഗീതുവിന് പഞ്ചസാര പറയുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനെയും തൊഴുത് തിരിച്ചിറങ്ങി പാൽപ്പായസത്തിനായി കാത്തിരുന്നു. നമ്പ്യാർ ചാക്യാർ കൂത്തിനായി ഉപയോഗിച്ച മിഴാവൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് നാടകശാല. മാരാന്മാരുടെ സദ്യയ്ക്ക് നാടകശാലയിൽ ഭഗവാൻ വിളമ്പാൻ വരുന്ന കഥയൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ, അത് ഇവിടെയാണ് കേട്ടോ. അങ്ങനെ 1 മണിയായപ്പോൾ അമ്പലത്തിൽ നിന്നും ഭഗവാന് നേദിച്ച പാൽപ്പായസം കൗണ്ടറിൽ കൊണ്ടുവന്ന് ഇതുപോലെ ക്യാനുകളിലാക്കിയാണ് വിതരണം ചെയ്യുന്നത്. നമുക്കും പാൽപ്പായസം കിട്ടാൻ ഒരു വഴിയുമില്ലായിരുന്നു. ഭഗവാനെ സ്നേഹിക്കുന്ന ഒരുപാട് സജ്ജനങ്ങളെ ഭഗവാനായി ഇപ്പോൾ കാട്ടിത്തരുന്നുണ്ട്. അങ്ങനെ പ്രിയ സുഹൃത്ത് ഷാരോണിൻ്റെ പരിചയത്തിലുള്ള അമ്പലപ്പുഴയിലെ ചേച്ചി വഴി രാവിലെ രസീതൊക്കെ ഷീട്ടാക്കി. അങ്ങനെയാണ് നമുക്കും പാൽപ്പായസം കിട്ടിയത് കേട്ടോ. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് നമുക്കും കിട്ടി അമ്പലപ്പുഴ പാൽപ്പായസം. എന്താ ടേസ്റ്റ്! ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസത്തിനേക്കാളും ഇത്തിരി കൂടി മധുരം അമ്പലപ്പുഴ പായസത്തിനാണ് കേട്ടോ. ഭഗവാനും പാൽപ്പായസം കിട്ടാൻ നിമിത്തമായ ചേച്ചിമാർക്കും ഭഗവത് നാമത്തിൽ നന്ദി പറയുന്നു. രാധേശ്യാം.